ആന ഇടഞ്ഞു 3 മരണം. ഇങ്ങനെയൊരു തലക്കെട്ടുമായിട്ടാണ് ഇന്ന് രാവിലെ വീട്ടിൽ പത്രം വന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ ഈ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ചുവട്ടിൽ മഞ്ഞ ചിരിയുണ്ടകൾ, ഈ വിഡ്ഢികൾ തുള്ള തുറന്ന് ചിരിക്കുന്നത് പോലെ മഞ്ഞ ചിരിയുണ്ടകൾ ധാരാളമായിട്ട് വർഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോകേണ്ടതൊക്കെ ഒന്ന് പോയി നോക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എങ്കിൽ പോലും അത് ഒക്കെ കൃത്യമായിട്ടും സുഡാപ്പികളുടെ തന്നെ ആയിരുന്നു ആ ചിരിയുണ്ടകൾ. ഈ 3 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സുഡുക്കൾ തുള്ള തുറന്ന് ചിരിക്കുന്നതിനകത്ത് അതിശയമൊന്നുമില്ല. കാരണം ആനയായാലും സുഡാപ്പികളായാലും രണ്ടും മതം പൊട്ടുന്ന കൂട്ടര് തന്നെയാണ്. അതിനെ എങ്ങനെയെങ്കിലും തളയ്ക്കുക, മെരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ബുദ്ധി എന്ന് പറയുന്നത്. എന്തായാലും തൽക്കാലം സുഡാപ്പികളെ നമുക്ക് മാറ്റി നിർത്താം. ആനയെക്കുറിച്ച് മാത്രമായിട്ട് നമുക്ക് സംസാരിക്കാം. ആന എന്ന് പറയുന്നത് മനുഷ്യരോട് ഇണങ്ങുന്ന ഒരു മൃഗമൊന്നുമല്ല. പക്ഷെ അതിനെ നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും. ആന മനുഷ്യരോട് അത്യാവശ്യം മെരുങ്ങി വരും. ആ മെരുങ്ങൽ എന്ന് പറയുന്നത് ഒരു കീഴടങ്ങൽ തന്നെയാണ്, ഒരു ദൈന്യതയുണ്ട് അതിന്റെ പിന്നിൽ. അല്ലാതെ അത് സന്തോഷമായിട്ട് അതിന് സമയാസമയം തിന്നാനും കുടിക്കാനും കിട്ടുന്നു എന്നുള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ അതിനെ സ്നേഹിക്കാൻ അതിന്റെ ചുറ്റും ആനപ്രേമികളുണ്ട് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടൊന്നും അല്ല അത് മെരുങ്ങി നിൽക്കുന്നത്. സമയാസമയം നല്ല അടികൂട്ടത്ത് തന്നെയാണ് മെരുക്കുന്നത്. അതിന്റെ മർമ്മത്തിലൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഉപദ്രവങ്ങളൊക്കെ നൽകി അതിനെ ഭയപ്പെടുത്തി അതിനെ കീഴടക്കുകയാണ് ചെയ്യുന്നത്, അതിനെ മെരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ആനയെ മെരുക്കൽ എന്ന് പറയുന്നത്. അല്ലാതെ സ്നേഹം കൊണ്ടും ലാളന കൊണ്ടും കൊഞ്ചിക്കൽ കൊണ്ടും ഒന്നുമല്ല ആന മെരുങ്ങി വരുന്നത്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പക തുടിക്കുന്ന ഓർമ്മ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒരല്പം ആനഭയമുള്ള ഒരാളാണ്. കാരണം അതിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. മാത്രവുമല്ല മനുഷ്യർ അതിനോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് പോലും ഒരു ആനയും ഉപദ്രവിക്കുന്നില്ല എങ്കിൽ പോലും ആനയ്ക്ക് ഞാൻ ആരാണെന്നറിയില്ല. മനുഷ്യരിൽ, എന്നെ ഉപദ്രവിക്കുന്ന മനുഷ്യരിൽ ഒരുവനാണ് ഇവനുമെന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമേ ആനയുടെ മനസ്സിലുണ്ടാവൂ. തക്കം കിട്ടുമ്പോൾ വേണമെങ്കിൽ അതിനൊരു പണി തരാൻ തോന്നും. പ്രത്യേകിച്ച് എൻ്റെ ശരീരം പോലും ഒരു പക്ഷേ ഒരു ആനയ്ക്ക് കയറി മേയാൻ കഴിയുന്ന ഒരു കൊതി ഉണർത്തുന്നതാണെന്നുള്ളത് കൊണ്ട് ഞാൻ പണ്ട് മുതലേ ഉത്സവ പറമ്പുകളിൽ പോയാൽ പോലും ആനകളുമായിട്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സഹകരണ പ്രവർത്തനവും നടത്താറില്ല. അപ്പോൾ ഇങ്ങനെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് കഷ്ടപ്പെടുത്തി അതിനെ മെരുക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ പക മാത്രമല്ല, അതിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അത് ആ കാട്ടിൽ കഴിയുന്ന കാലത്ത് അത് അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിക്കുമുട്ടുന്നുണ്ടാവും എന്ന് പറയുന്ന ഒരു തോന്നൽ പോകാനുണ്ട്. മേയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, മേഞ്ഞ് തിന്നാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ആനയുടെ ജന്മാവകാശമാണ്. അതിനെ തളച്ചിട്ടുകൊണ്ട് അതിന് ഭക്ഷണം കൊടുക്കുക, അതിനെ സ്നേഹിക്കുക. മനുഷ്യരുടെ സ്നേഹവും ലാളനയും പരിഗണനയും ഒന്നും ഒരു ആനയ്ക്കും വേണ്ട. അതിന് അതിജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സാമർഥ്യവും പ്രകൃതി അതിന് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ അതിൻ്റെ പാട്ടിന് വിടാൻ നമുക്ക് കഴിയുന്നില്ല. പണ്ട് കാലത്ത് ആനകളെ നമുക്ക് വലിയ രീതിയിൽ ആവശ്യമുണ്ടായിരുന്നു. മനുഷ്യരെപ്പോഴും അങ്ങനെയാണല്ലോ, സൃഷ്ടിക്കുന്നതായാലും അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായാലും അവനവൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വളർച്ചയ്ക്കും വേണ്ടുന്നതാണല്ലോ മനുഷ്യനെപ്പോഴും ചെയ്ത്. ഇപ്പോൾ ആനകളെ തടി പിടിപ്പിക്കാനാവട്ടെ, അതിനെ വിനോദോപാധി, ഇപ്പോൾ ഉത്സവം എന്നൊക്കെ പറഞ്ഞൊരു വിനോദമാണ്. പണ്ട് കാലത്ത് മനുഷ്യർക്ക് വലിയ തരത്തിലുള്ള വിനോദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർഷാവർഷം ഇതുപോലുള്ള ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന് നടക്കുന്ന ആഘോഷങ്ങളാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ ആനയെ തിടമ്പേറ്റിയ ആന എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഗരിമ, ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ ഉത്സവത്തിൻ്റെ ആഘോഷത്തിന് ഒരു ഊറ്റം കിട്ടുമായിരുന്നു അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത്. പക്ഷെ പണ്ട് കാലത്തൊന്നും ആന ഇത്രത്തോളം ഉപദ്രവിക്കുകയില്ലായിരുന്നു മനുഷ്യരെ. കാരണം പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ആന എന്ന് പറയുമ്പോൾ അതിനെ മെരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല. ആനയ്ക്കറിയാം എൻ്റെ ശരീരത്തിലെ സകല മർമ്മങ്ങളും ഈ നായിൻ്റെ മക്കൾക്കറിയാം. ഒരു ചെറിയ തട്ടുകേട് സംഭവിച്ചാൽ ഇവൻ എൻ്റെ മർമ്മത്തിൽ പിടിക്കും. വേദന ചെറുതല്ലല്ലോ, നല്ല വേദനയായിരിക്കില്ലേ മർമ്മത്തുള്ള താങ്ങെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഈ കോപ്രായത്തിന് മുഴുവൻ നിന്നുകൊടുക്കുകയാണ് ആന. എല്ലാത്തരം ഉപദ്രവങ്ങളെയും സഹിച്ചുകൊണ്ടാണ് ആന മെരുങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആ പകയുണ്ടാകും എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഭയത്തോടു കൂടിയല്ല പെരുമാറേണ്ടത്, കരുണയോടുകൂടിയാണ്. ഒരു സഹജീവി എന്നുള്ള രീതിയിൽ തന്നെ ആനയും കാണണം. ഈ ലോകത്ത് അതിനും നന്നായി ജീവിക്കാനുള്ള, അതിന് മേയാനും അതിന് ഇണപ്പെടാനും രമിക്കാനും ഒക്കെയുള്ള അവകാശമില്ലേ? മേയാനും രമിക്കാനുമുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടാണല്ലോ ഇതിനെ വലിയ കൂച്ചുവിലങ്ങിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ക്രൂരത തന്നെയാണ്. അത് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ വിഷയമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിഷയമോ ഒന്നുമല്ല. ഇത് ആനയുടെ വിഷയം മാത്രമാണ്. ആനയെ ഉപദ്രവിക്കാതിരിക്കുക, ആനയെ എഴുന്നള്ളിപ്പിക്കരുത് എന്നൊന്നും അല്ല പോകാൻ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ശ്രദ്ധ കൊടുത്തേ പറ്റുള്ളൂ. അതാണ് കാലം. പണ്ട് കാലത്ത്
ആനകൾക്ക് ഇത്രത്തോളം ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യരെ കൊണ്ട്. അത്രത്തോളം പകയോടുകൂടി പെരുമാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ പോങ്ങനുണ്ട്. അതായത് ഈ ശബ്ദം ആനയ്ക്ക് വലിയ പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ആനയായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ച് പുനർജന്മം മനുഷ്യനായിട്ട് എടുത്ത ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് ആനയുടെ കാര്യങ്ങൾ അറിയില്ല. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആനയ്ക്ക് ശബ്ദം എന്ന് പറയുന്ന അത്ര കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ശേഷിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ വിശാലമായിട്ടുള്ള ചെവി കാണുമ്പോൾ തന്നെ സകലമാന നമ്മുടെ ഈ കുഞ്ഞു ചെവി കൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഒരവസ്ഥ. നമ്മൾ ഈ മതസ്ഥരായിട്ടുള്ള മനുഷ്യരുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നതിന്റെ ഉച്ചഭാഷിണിയിലൂടെയുള്ള പ്രകടനം അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കുഞ്ഞു ചെവി വെച്ചുകൊണ്ട് അനുഭവിക്കുന്ന പങ്കപ്പാട്. അപ്പോൾ ഇത്രയും വിശാലമായ മുറം പോലുള്ള ചെവിയുമായിട്ട് നിൽക്കുന്ന ആന എന്തുമാത്രം അലോസരപ്പെടുന്നുണ്ടാവും, അസ്വസ്ഥതപ്പെടുന്നുണ്ടാവും അല്ലേ? അതിന് ശബ്ദം അത് വല്ലാത്ത രീതിയിൽ അതിനെ അലോസരപ്പെടുത്തുന്നുണ്ടാവും. അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ജനങ്ങളുണ്ടായിട്ടുണ്ട് ഈ ഭൂമിയിൽ. ആൾക്കൂട്ടം, അതിൻ്റെ ആരവം, ഉത്സവ അന്തരീക്ഷത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ജനങ്ങളുടെ ബഹളം, മദ്യപന്മാരുടെ ബഹളം, ഇപ്പം സ്വാഭാവികമായിട്ടും ആനകൾക്ക് അലോസരമുണ്ടാക്കുന്ന നിലയിലുള്ള ശബ്ദമാവട്ടെ, ആൾപെരുമാറ്റങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഈ വെടിശബ്ദങ്ങൾ, ഇതിൻ്റെ കൂടെ ഈ ആളുകളുടെ ബഹളം മാത്രമല്ലാതെ ഉച്ചഭാഷണിയിലൂടെ ഉണ്ടാകുന്ന ബഹളം മാത്രമല്ലാതെ വെടികളുടെ ശബ്ദം, വെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കതിനയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ശബ്ദങ്ങളെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഇത് പരിഭ്രമിച്ചു പോകും. ഒരു നിമിഷം മതി ഇതിലേതെങ്കിലും ഒരു ആനയ്ക്ക് സ്വാഭാവികമായിട്ട് ഒന്ന് വെകിളി പിടിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നു, കഥ കഴിഞ്ഞു. നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ആനയ്ക്ക് മുന്നിൽ. അപ്പോൾ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം തീർന്നു പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൽ കരുതലെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാലം മാറുമ്പോൾ കോലവും മാറണം എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ മാറുമ്പോൾ തീർച്ചയായിട്ടും ഉത്സവ ആഘോഷങ്ങളുടെ കോലവും മാറണം. ഞാൻ പറഞ്ഞു വന്നത് പഴയ കാലമല്ല, പഴയ കാലത്ത് ഒരുപാട് പച്ചപ്പുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഉള്ള പച്ചകൾ എന്ന് പറയുന്നത് ഈ മഞ്ഞ ചിരിയുണ്ട നൽകുന്ന പച്ച മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. അത് മനസ്സിലാക്കണം. നമ്മുടെ മറ്റേ ആ ഹരിതാഭയില്ലേ, നമുക്ക് പ്രാണവായു നൽകുന്ന മരങ്ങളുടെ ചില്ലകളും ഇലകളും, അല്ലെങ്കിൽ ആ പച്ചപ്പ്, സസ്യലതാദികളുടെ പച്ചപ്പ്, വൃക്ഷങ്ങളുടെ പച്ചപ്പ്, അത് കുറഞ്ഞു പോയില്ലേ? ഇപ്പോൾ ഉള്ള പച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ ചിരിയുണ്ട വർഷിക്കുന്ന, വെറുപ്പ് ഇങ്ങനെ വിതറിക്കൊണ്ട് നടക്കുന്ന, എന്തൊക്കെയോ അസ്വസ്ഥതകൾ കൊണ്ട്, എവിടെയൊക്കെയോ പരാജയ ഭീതി കൊണ്ട്, എവിടെയൊക്കെയോ ദുസ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള കയ്പിങ്ങനെ അനുഭവിച്ചുകൊണ്ട്, സകലരോടും പക പേറിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന പച്ചപ്പല്ലാതെ നമ്മുടെ ഈ സമൂഹത്തിൽ പച്ചപ്പ് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് അന്തരീക്ഷം നന്നായി ചൂടായിട്ടുണ്ട്. ആനകൾക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, ആനകൾക്ക് ശബ്ദം സഹിക്കാൻ പറ്റില്ല, ആനകൾക്ക് ആൾക്കൂട്ടത്തിൻ്റെ ആരവം സഹിക്കാൻ പറ്റില്ല. ആനകളെ കണ്ടുള്ള അവരുടെ ആഘോഷം പോലും അതൊരു ആക്രോശമായി, അലോസരമായിട്ട് തന്നെയാണ് ആനകളുടെ ചെവിയിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും ആനകൾ പൊറുതിമുട്ടിയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉത്സവകാലങ്ങളിൽ തീർച്ചയായിട്ടും ആനകളെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗൗരവം സൂക്ഷിക്കണം. പിന്നെ മറ്റൊരു അപകടവും കൂടിയുണ്ട്, അതും ഗൗരവത്തോടു കൂടി കാണേണ്ടത് തന്നെയാണ്. ഇതുപോലുള്ള ഒരു ആന കിടഞ്ഞു, ആളുകൾ മരിച്ചു എന്ന് പറയുന്ന വാർത്തയുടെ ചുവട്ടിൽ മഞ്ഞ ചിരിയുണ്ട സമർപ്പിക്കാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആന ഇടയുന്നത് ആസ്വദിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആന ഇടഞ്ഞ ആളുകളെ കൊല്ലുമ്പോൾ ആ മരണത്തെ ആസ്വദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആന ഇടഞ്ഞത് ആസ്വദിക്കാൻ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആനയെ ഇടയിക്കാൻ ആഗ്രഹിക്കുന്ന, ആനയെ ഇടയിച്ച് ആനന്ദിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഇതുപോലുള്ള ആഘോഷ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്നതും അപകടം തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ തിടമ്പേറ്റിക്കൊണ്ട് പോയിരുന്ന ആനയുടെ സമീപത്ത് കൂടി നടന്ന് ആനയ്ക്കിട്ട് കുത്തുകൊടുക്കുകയോ എന്തോ ചെയ്യുന്ന ഒരു ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ. എന്നാൽ ആ പാപ്പാന്റെ ഒരു സാമർഥ്യം കൊണ്ട് മാത്രമാണ് ആന തിരിഞ്ഞോടാതിരുന്നത്. അതുപോലുള്ള ഉപദ്രവം മനഃപൂർവ്വം ചെയ്യുന്നവരുമുണ്ട്, വിവരമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നവരുമുണ്ട്, ലഹരിയുടെ പുറത്ത് ചെയ്യുന്നവരുമുണ്ട്, മതപ്പാടിൽ കഴിയുന്നത് കൊണ്ട് ചെയ്യുന്നവരുമുണ്ട്. ഇങ്ങനെ ആനകളെ ഉപദ്രവിക്കാനായി നടക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. കാരണം ജനസംഖ്യ അത്രമാത്രം പെരുകുമ്പോൾ നല്ല ആൾക്കാരോ സ്വബോധമുള്ളവരോ വിവേകശാലികളോ മാത്രമല്ല ഈ പാഴുകളോട് ജനിച്ചു വരും. സമൂഹത്തിന് ഉപദ്രവമാകുന്ന ആളുകൾ കൂടി ജനിച്ചു വരും. കൊണ്ട് അതുകൂടി സൂക്ഷിക്കണം. എല്ലാ സാധ്യതകളും നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സാധ്യതകളെയും വിശകലനം ചെയ്തുകൊണ്ട് എല്ലാത്തിൻ്റെയും പഴുതടച്ചുകൊണ്ട് വേണം മുന്നോട്ടുള്ള ഒരു ഉത്സവ പരിപാടി. ഉത്സവത്തിൻ്റെ മാത്രമല്ല, ഈ ഹൈന്ദവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കാര്യം മാത്രമല്ല, ആനയുമായി ബന്ധപ്പെട്ട് ആന എവിടെയൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇതുപോലുള്ള ശ്രദ്ധ കൊടുക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നൊരു തോന്നൽ വന്നതുകൊണ്ട് പോകാൻ അതൊന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. സമയം കഴിഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ മെരുക്കിയെടുക്കുന്ന ഒരു ആനയുടെ ഉള്ളിൽ എപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിടക്കുന്ന ഒരു ദാഹമുണ്ട്. ആനയെ മെരുക്കുന്നത്
ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞ പോലെ പൗരന്മാരെ നിയമം കൊണ്ട് മെരുക്കുന്നത് പോലെ അത്ര ലളിതമായിട്ടല്ല ആനയും മെരുക്കുന്നത്. ആനയെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, നല്ല കഷ്ടപ്പെടുത്തി പീഡിപ്പിച്ച് തന്നെയാണ് മെരുക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വാതന്ത്ര്യം, അതിന് മേയാനുള്ള കാട്, അതിൻ്റെ ഇണ, ആ രമിക്കാനുള്ള അതിൻ്റെ വാസന, ജന്മവാസന, ഇതിനെയെല്ലാം കൂച്ചുവിലം ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടു നടക്കുന്നത്. അത് പണി ചിലപ്പോൾ തന്നൂന്ന് വരും. അതുകൊണ്ട് ആനയെ വളരെ സുരക്ഷിതമായ ഒരു അകലത്തിൽ നിന്നുകൊണ്ട് മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. അതിനെ ആഘോഷിക്കുമ്പോൾ, അതിനെ ഇതുപോലുള്ള ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൊണ്ട് പ്രദർശിപ്പിക്കുമ്പോൾ അത്രയും കരുതലെടുത്തുകൊണ്ട് അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യജീവൻ പൊലിയും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ഈ ഉത്സവങ്ങൾക്ക് ആനകൾ ആവശ്യമായി വരുന്നത് അന്ന് വിനോദിക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വഴി. ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് വിനോദങ്ങളുടെ കാലമാണ്. വിവര വിപ്ലവമാണ് ഇവിടെ സംഭവിച്ചത് ഡിജിറ്റൽ യുഗത്തിൽ എന്ന് പറയുമ്പോഴും സത്യത്തിൽ വിവര വിപ്ലവം അല്ല നടന്നിട്ടുള്ളത്. വിവരം കെട്ടവരെ വർദ്ധിപ്പിക്കുകയും വിനോദ വിപ്ലവം സൃഷ്ടിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് വിനോദ വിപ്ലവം മാത്രമാണ്. അതുകൊണ്ട് ഈ വിനോദ വിപ്ലവത്തിൻ്റെ കാലത്ത് ആനകളൊന്നും വിനോദിക്കാൻ കൊള്ളുന്ന ഒന്നായി ആരും തന്നെ കണ്ടു മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. സ്നേഹം.